തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലോക്കറിൽ സൂക്ഷിച്ച 13.5 പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ ക്ഷേത്രം ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. സ്വർണം സൂക്ഷിച്ച ലോക്കർ ഉദ്യോഗസ്ഥരുടെയും ക്യാമറയുടെയും നിരീക്ഷണത്തിനായതിനാൽ പുറത്ത് നിന്നാർക്കും സ്വർണം മോഷ്ടിക്കാൻ സാധിക്കില്ലെന്ന് പോലീസ് നിഗമനം. കൂടുതൽ പേര് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് ഫോർട്ട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, കേന്ദ്രസേനയുടെ ഉൾപ്പെടെ സുരക്ഷയിലുള്ള അതീവ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. നോക്കൂ, ലോകത്തിലെ തന്നെ ഇപ്പോൾ നമുക്കറിയുന്ന മനുഷ്യർക്കറിയുന്ന ഏറ്റവും വലിയ നിധി ശേഖരമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അവിടുന്ന് എങ്ങനെയാണ് 13.5 പവനല്ല, 1 പവനല്ല, ഇനി അരപ്പവൻ പോയാൽ പോലും അതൊരു വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെ കാണേണ്ടതുണ്ട്. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, പക്ഷെ അവരാരും കണ്ടിട്ടില്ല. ക്ഷേത്രം ജീവനക്കാരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. ഇത് സ്വർണം അപ്രത്യക്ഷമായതാണ്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം തന്നെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇവിടെയുള്ള കലവറയിൽ 1.5 ലക്ഷം കോടിയുടെ അടുത്ത് ഇത് വരുന്ന വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കളുമാണുള്ളത്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇത്ര വലിയ ഒരു സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ വളരെയധികം പരിശോധനകൾക്ക് ശേഷമാണ് ഇവിടെ ഭക്തരടക്കം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളടക്കം CCTV നിരീക്ഷണത്തിലും ആണുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 11.5 പവൻ സ്വർണം ഇവിടെ നിന്നിപ്പോൾ കാണാതായിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ തന്നെ പത്മനാഭനെ കാണണമെങ്കിൽ 3 വാതിലുകളിലൂടെ മാത്രമാണ് ശ്രീ പത്മനാഭൻ്റെ ദർശനം ഇവിടെ സാധ്യമായിട്ടുള്ളത്. അതിലെ വാതിലുകളിൽ സ്വർണം പൂശുന്ന പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ദിവസവും സ്വർണം ലോക്കറിൽ നിന്ന് എടുക്കുകയും അത് കരാർ തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം 7-ാം തീയതി ഏറ്റവും അവസാനമായി ഈ വാതിലിന് സ്വർണം പൂശിയത്. അതിനുശേഷം അന്നേ ദിവസം എല്ലാ ദിവസവും രാവിലെ എടുക്കുന്ന സ്വർണവും അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ജീവനക്കാർക്ക് നൽകുന്നത്. അതിനുശേഷം തിരിച്ച് ഏൽപ്പിക്കുമ്പോഴും അത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തും. ഇതേപോലെ തന്നെ 7-ാം തീയതി ഇത്തരത്തിൽ ജോലി നടക്കുന്നു. അതിനുശേഷം സ്വർണം തിരിച്ചു വയ്ക്കുന്നു. പിന്നീട് ഇന്നലെ വീണ്ടും ജോലിക്ക് വേണ്ടി സ്വർണം എടുത്തപ്പോഴാണ് ഇത്തരത്തിൽ 11.5 പവൻ സ്വർണം കുറഞ്ഞിരിക്കുന്നതായി കാണപ്പെട്ടത്. എന്തായാലും നിലവിൽ ഫോർട്ട് പോലീസ് കേസെടുത്ത് ഇവിടെയുള്ള ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കരാർ എടുത്തിരിക്കുന്ന ആ വ്യക്തിയും അതിനോടൊപ്പം തന്നെ അയാളുടെ ജീവനക്കാരെയുമാണ് ഇന്നലെ അടക്കം ചോദ്യം ചെയ്തത്. 3ഓളം പേരെ ഇന്നലെ ചോദ്യം ചെയ്തു, പക്ഷേ വിട്ടയച്ചു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിസരവും CCTV നിരീക്ഷണത്തിലാണ്. നമുക്ക് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഈ സ്വർണം എടുത്തപ്പോഴുള്ള അടക്കം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ അതിലൊന്നും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതിനുശേഷം അവിടെ നിന്ന് സ്വർണം എടുത്തതിന് ശേഷം പിന്നീട് ജോലിക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് കാണാതായതാണോ അല്ലെങ്കിൽ ഈ ജീവനക്കാരെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും ചോദ്യം ചെയ്യലുകളുമാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ക്ഷേത്രം മുഴുവൻ CCTV നിരീക്ഷണത്തിലായതുകൊണ്ട് ഇത് മോഷ്ടിക്കാനുള്ള സാഹചര്യവും അതിനോടൊപ്പം തന്നെ കാണാതായി പോകാനുള്ള ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം 107 ഗ്രാം സ്വർണ്ണമാണ്, ഒരു കമ്പിയാണ്, ദണ്ടാണ്. അത് ഒരുക്കിക്കൊണ്ടാണ് പിന്നീട് വാതിലിന് സ്വർണം പൂശുന്നത്. എന്തായാലും നിലവിൽ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ബിന്നിൽ, ശരി, താങ്ക് യു. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഫോർട്ട് പോലീസാണ് ഈ സംഭവം അന്വേഷിക്കുന്നത്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിന്റെ ശേഖരമെന്ന് നമുക്കറിയാവുന്ന ഏറ്റവും വലിയ സമ്പത്തിന്റെ ശേഖരമാണ്. അപ്പോൾ അത് എങ്ങനെ പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 13 പവനാണ് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്.